ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കൂടെ അനുപ്രിയ ഉണ്ട്. നമ്മൾ എന്തിനാ അനുപ്രിയ പോണ്? അഖിലയുടെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ. ആദ്യമായിട്ടായിരിക്കും സ്വന്തം ബർത്ത്ഡേയുടെ അന്ന് ഡ്രസ്സ് എടുക്കാൻ പോണെന്ന് നിങ്ങൾ കാണുന്നത്. ഇവിടെ പറഞ്ഞത് വേറെ അത് എന്നെ തന്നെ പറഞ്ഞാൽ മതി. കാരണം ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ സമയം കിട്ടിയില്ല. പിന്നെ ഓർഡർ ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാനും അനുപ്രിയയും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് ഞങ്ങൾ ഇവളെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അല്ല, നിങ്ങൾ തന്നെ പറയാം, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. സോ എനിക്കും എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ, അതുകൊണ്ട്. അപ്പൊ നമുക്ക് കടകളിലൊക്കെ പോയി തപ്പി നോക്കാം. കടയിലെത്തിട്ടോ ഗൈസ്. അനുപ്രിയ ആണ് ഇന്ന് എൻ്റെ കംപ്ലീറ്റ് ഡ്രസ്സ് എടുക്കണ ആള്. ഞാൻ പറഞ്ഞു എനിക്ക് ഫുൾ ഡ്രസ്സ് തപ്പി തന്നെ, ഫുൾ ഔട്ട്ഫിറ്റ്. അതായത് ഇപ്പൊ ഡ്രസ്സാണെങ്കിൽ ഫുൾ ഡ്രസ്സ്, പിന്നെ കമ്മല് മാലയും എല്ലാം അനുപ്രിയയുടെ കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താവും ദൈവത്തിനറിയാം. കുറച്ചു നേരം കഴിഞ്ഞാൽ കടയൊക്കെ അടയ്ക്കും. അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്തു. ഇനി ബാക്കിത്തെ ചൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുപ്രിയ സെലക്ട് ചെയ്ത ഒരു സാധനമാണ് ഞങ്ങൾ എടുത്തത്. ഞാൻ കാണിച്ചു തന്നതിൽ നിന്ന് ഒരു ഡ്രസ്സാണ് എടുത്തത്. ഇനി അതിന് പറ്റിയൊരു ഇതും കൂടെ തപ്പണം. ഫൈനൽ ഔട്ട്ഫിറ്റ് സർപ്രൈസ് ആയിരിക്കും. അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അവനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ വായം പൊളിച്ചിരിക്കാം. നല്ല നല്ല വെയിലാണെന്ന്. അനുപ്രിയ എന്താണ് പറയാനുള്ളത്? അനുപ്രിയക്ക് നല്ല ദാഹിക്കും നമുക്ക്, ബിക്കോസ് ഭയങ്കര വെയിലാണ്. ആദ്യമായിട്ട് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ കണ്ണീന്ന് കടയിൽ വന്നു. ഈ സാധനത്തിനെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. വന്നിട്ടുണ്ടവൻ. ഇനി നമ്മൾ ഈ കടയിൽ തപ്പുന്നതായിരിക്കും. ഇതാണ് പ്രൈമാർക്ക്. ചെരുപ്പൊന്നും വേണ്ട, ചെരുപ്പ് ഞാൻ ഹീൽസ് ഇട്ടോളാം. എന്നാ ഇവൻ നല്ല കുട്ടിയാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും വേഗം ഓടി വന്നോളൂ. ഭയങ്കര സ്നേഹാണ് ഇവന്. ഓ, സിംഗിളാണ്. അവിടെ നിന്നും ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടില്ല. സോ ഞങ്ങൾ അടുത്ത TK Maxxിലാണ് പോയി നോക്കുന്നത്. ഇവിടെ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇതാണ് കുഴപ്പം. ഒരു ഡ്രസ്സ് പോലും ഈ അവസാന നിമിഷത്തിൽ കിട്ടാൻ പോണില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കല്യാണ ചെരുപ്പൊന്നും വേണ്ട, കല്യാണം അല്ലല്ലോ. ഇവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ഇതായാലോ. ബക്കിനിയോ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പരാജയപ്പെട്ടു. അനുപ്രിയ, ഈ നൂറ്റാണ്ടില് ഡ്രസ്സ് കിട്ടോ? എന്താ നിന്റെ അഭിപ്രായം? ഇവന് ഒടുക്കത്തെ പൊക്കാറുണ്ട്. എനിക്ക് ബൂസ്റ്ററിലെ പകുതി മുക്കാലും കടയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ അരിപ്രയ ബൂസ്റ്റർ അപമാനിക്കുന്നു. ആ ശരിയാണ്, എന്നെ പറഞ്ഞാൽ മതി. സാധാരണ ഞാൻ 3 ചീനിന്നൊക്കെ വാങ്ങാറ്. ഈ പ്രാവശ്യം എനിക്കൊരു മൂഡ് വന്നില്ല ഡ്രസ്സ് എടുക്കാൻ. കാരണം കൊണ്ട് എടുത്തില്ല. അതിനെ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണേ. സാരില്ല, ഇവള് വന്ന വരെ ഞാൻ വീട്ടില് തപസ്സിരിക്കായിരുന്നു. ഇനി കുറച്ചേരം പുറത്തിറങ്ങി നടക്കട്ടെ. നമ്മൾ അടുത്ത കടയിൽ കയറാൻ പോകും. അങ്ങനെ ഞങ്ങള് വീണ്ടും കൊറേ ഡ്രസ്സുകൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ സൈഡിൽ തൂക്കിയിട്ടാണ് ഡ്രസ്സുകളെല്ലാം ട്രൈ ചെയ്യാറുള്ളതാണ്. എന്ത് കാര്യമുണ്ടെന്ന് ആലോചിക്കണം. പാവനിപ്രിയ തളരാതെ എന്റെ കൂടെ നിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് അനുപ്രിയ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയി. രാവിലെ ഒന്നും കഴിച്ചില്ല. ഐ ആം സോ ഹംഗ്രി. ഞങ്ങളിതൊന്നും ഇട്ട് നോക്കാം. അവിടെ നിന്നും ഡ്രസ്സൊന്നും കിട്ടിയില്ല ഗൈസ്. ഐ ആം വെരി ഡിസപ്പോയിന്റഡ്. ഇനി അതും നടന്നില്ല. ഇനി തീറ്റയുടെ ഇപ്പൊ ഓൾറെഡി ക്ലോത്തിങ്ങിന്റെ ഷോപ്പൊക്കെ അടച്ചു. ഇനി നമുക്ക് തീറ്റയുടെ കാര്യങ്ങൾ നോക്കാം. അതെങ്കിൽ അത് ഇന്ന് 31 ഷോ, എന്നാലും കഷ്ടായിപ്പോയി. സോ സാഡ്. ഡ്രസ് മേടിക്കലും നടന്നില്ലേ, നമുക്ക് തീറ്റയെങ്കിലും നടക്കട്ടെ കാര്യമായിട്ട്. 2 പെപ്സി, ഒരു ട്രോപ്പിക്കൽ. ഞാനിപ്പോ എവിടെയാണ്?
ബാധിച്ചിരിക്കുന്ന ആളാണ്. പെപ്സി ആശ്വാസമായോ നിനക്ക്? ഐ മീൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് പെപ്സി കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇതാണ് ഞങ്ങൾ മേടിച്ച ഫുഡ്. ഇത് ചിക്കൻ കബാബ്. ഞാനും അനുപ്രിയയും. അവൻ ബർഗറിന്റെ ആളാ. ഇത് എന്റെ ട്രീറ്റ് ആട്ടോ, എന്റെ ബർത്ത്ഡേ ട്രീറ്റ് ആണ് എല്ലാവർക്കും. ഡ്രസ്സ് മേടിക്കാൻ പറ്റാത്ത വിഷമം ഞങ്ങൾ ഫുഡിൽ കഴിച്ച് തീർത്തു. ഇനി ഞങ്ങള് കുറച്ച് വയറ് നിറഞ്ഞു. എങ്ങനെയുണ്ടായി എന്റെ ഫുഡ്? നീ പറ. ആരാ ഞാൻ? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് നൈസ്. അവളുടെ ഫുഡ് അല്ല, കടയിലെ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ ഉണ്ടല്ലോ എന്നെ കളിയാക്കാൻ കിട്ടണ ഒരു അവസരം പോലും ഈ വൃത്തിയായിട്ട് പാഴാക്കാറില്ല. ഇനി ഞങ്ങള് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോവാണ്. കുറച്ച് ചിക്കൻ പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പോവാണ് കുക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞങ്ങള് പോട്ടെ. മലയാളിക്കട വന്നേക്കാണ്. ഇവിടത്തെ മലയാളിക്കടയിൽ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കുറച്ച് ഫുഡ് ഐറ്റംസ് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ്. എവിടെയാ പൊറോട്ട ഇരിക്കണേ? തപ്പി പിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു. കിട്ടിയോ? ഫ്രോസൺ പൊറോട്ടയാണോ? എടാ ഒറിജിനൽ പൊറോട്ട അങ്ങനെ അല്ലാതെ മറ്റേ പറാത്ത അങ്ങനെ. ഫ്രോസൺ ആണ് നമ്മൾ വാങ്ങുന്നത്. ഇതല്ലേ പൊറോട്ട? പറ. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണയാണ് എല്ലാ ഐറ്റംസും. പല അച്ചാറുകളെല്ലാം ഉണ്ട്. എല്ലാ പിക്കിൾ സെക്ഷനാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ ഇവിടെ അധികം വരാത്തതിന്റെ കാരണം കുറച്ച് കാശുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അധികം അങ്ങനെ പെട്ടെന്ന് അധികം വരാത്തത്. അങ്ങനെ പൊറോട്ടയും കാണാനില്ല ലാസ്റ്റ്. തൽക്കാലം ഉള്ള പൊറോട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വേണ്ട. നാട്ടിലെ മുറുക്ക് ബനാന ചിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മറ്റേ ചിക്കനായിട്ട് ഫ്രഷ് ചിക്കനും മീനും എല്ലാം ഉണ്ട്. അടിപൊളിയാ. ഇതെന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. പീനട്ട് ബോള് 1.39 പൗണ്ടാണ് പീനട്ട് ബോള്. കപ്പലണ്ടി മിഠായി. അതൊക്കെ ഒരു കാലം, പണ്ട് തിന്നോണ്ട് നടന്ന കാലം. ഇവിടെ ഫുൾ ചിപ്സ് സെക്ഷനാണ്. എല്ലാ ചിപ്സും ഉണ്ട്. അതെ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കണം പാർലേജി ബിസ്ക്കറ്റ്. ഇതൊക്കെ ചായയുടെ കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെയാലേ. ബോർബോൺ. സോനപ്പപ്പൊടി ഒക്കെ ഉണ്ട്. മുകളിൽ ഫാം ഫുഡ്സിൽ വന്നേക്കാണ്. ചിക്കൻ കറി വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ പൊറോട്ട ഞങ്ങൾ ഓൾറെഡി ആ മലയാളി കടയിൽ നിന്ന് മേടിച്ചു. ഇനി ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം വീട്ടിലിരുന്ന് മടുത്തതിൻ്റെ കൊതി മാറി എനിക്ക്. ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. പാവം ബാദുഷ അവൻ മടുത്തു. ഇനി അവൻ ആലോചിക്കായിരിക്കും ഇനി ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഈ പെണ്ണുങ്ങളുടെ കൂടി ഒന്നും വരില്ല ഡ്രസ്സ് എടുക്കാൻ. ശരിയാ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കട്ടെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം? ഒന്നും പറയാനില്ല അവന്. ഞാൻ പറഞ്ഞപ്പോഴാ മിഠായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ഈ ടോപ്പ് ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. വീണ്ടും ടോപ്പല്ല, ഡ്രസ്സ്. എനിക്കിത് ഫുള്ളാണ്. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതെനിക്ക് ഭയങ്കര വലുതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിട്ടിട്ട് ഇങ്ങനെയാണ് അവസ്ഥ. ഇതാണ്. ഞാൻ ലാസ്റ്റ് ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം തന്നെ എടുക്കും.
അപ്പൊ ഞാൻ ഈ കോസ്റ്റ്യൂമാണ് ലാസ്റ്റ് ചൂസ് ചെയ്തത്. ഇതാണ് എന്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ആൻഡ് ലുക്ക്. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്കേർട്ടാണ് ആക്ച്വലി ഇന്നലെ പോയപ്പോ എടുത്തത്. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും കിട്ടിയില്ല, വേറെ ടോപ്പ് ഒന്നും വേറെ കിട്ടിയില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വീണ്ടും ഞങ്ങൾ 3 പേരും പോയിട്ട് ആ സെയിം കടയിൽ നിന്ന് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നു. ഇതാവുമ്പോൾ എൻ്റെ കറക്റ്റ് സൈസും ആയിരുന്നു, എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റി. അനുപ്രിയ ജിസ്നയുടെ കൂടെ ഒരു സ്ഥലം വരെ പോയി. കീ അവളുടെ കയ്യിലായിപ്പോയി. ഞങ്ങളിതേ ഇവിടെ വഴിയാധാരമായിട്ട് ഫ്ലാറ്റിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ആരെങ്കിലും വന്ന് വാതിൽ തുറക്കണ വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കണം. ഓ, ഇങ്ങനത്തെ ഒരു ഗതികേട് ആർക്കും വരരുത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Happy birthday to you. Happy birthday to you, Ayuda. Happy birthday to